ഹായ് ഹലോ നമസ്കാരം. അനീഷ് കാട്ടുകട. സാർ ഒന്നുകൂടെ. അല്ല സാർ, സബ്ജക്റ്റ് പറഞ്ഞാൽ ഒന്നുകൂടെ, വീണ്ടും, ഒരിക്കൽ കൂടി റിപ്പീറ്റ്. സാറിന് ഇത് റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങിയത് എൻ്റെ വീടിൻ്റെ വാതിക്ക് ഒരു തമിഴത്തി ചേച്ചി ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് അവിടുന്ന് ഫുഡ് കഴിക്കാനാണ് അച്ഛൻ പറഞ്ഞ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എത്ര രൂപയ്ക്ക് ഫുഡ് കഴിച്ചാലും അച്ഛനൊരു 30 രൂപ 50 രൂപ ബില്ല് കൊടുക്കത്തുള്ളൂ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഞാനൊരു പരിധി വരെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചേച്ചിയുടെ മുഖമൊക്കെ വല്ലാണ്ട് മാറും. അപ്പോൾ ഒരു ദിവസം അവിടുന്ന് ഫുഡ് കഴിച്ച് ചേച്ചി ഒരു പൊറോട്ട തരും. അവിടെയാണ് ഞാൻ ആദ്യമായി പറഞ്ഞു തുടങ്ങിയത്. ഒന്നുകൂടെ ചേച്ചി വീണ്ടും പൊറോട്ട തരും, ഞാൻ ഒന്നുകൂടെ വീണ്ടും പറയും, ഒന്നുകൂടെ. അങ്ങനെ ഒരു ദിവസം ഏകദേശം ഒരു 10 പൊറോട്ട കഴിച്ചപ്പോൾ ചേച്ചി എൻ്റെ പറഞ്ഞ്, പിള്ളേരാണ്, കഴിക്കണം, കഴിക്കേണ്ട പ്രായമാണ്, കഴിക്കണ പിള്ളേർ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എന്ന് വെച്ച് ഒരുമാതിരി മുഖം പോലത്തെ തീറ്റി ഇവിടെ വന്ന് തിന്നരുത്. ചേച്ചി മുഖം എന്ന് പറഞ്ഞാൽ തമിഴിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ ഇരുന്ന പൊറോട്ടയും പ്ലേറ്റും അതേപോലെ ചേച്ചി എടുക്കാൻ നീക്കി വെച്ച്. ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ പൊറോട്ട എനിക്കും വേണ്ട, ഇതിൽ മുടിയാണ്. ഞാനും തമിഴിൽ തന്നെ ഒരു കീച്ചി വെച്ചു. പക്ഷേ പൊറോട്ട തീറ്റി അവിടെ കൊണ്ട് അവസാനിച്ചു എന്നുണ്ടെങ്കിലും ക്ലാസ്സിൽ പോക്ക് മുടക്കാൻ പറ്റില്ല. അങ്ങനെയാണ് സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പതിവ് പോലെ പരീക്ഷാ പേപ്പർ കാണിച്ചു. ഞാനത് മേടിച്ചു, ആരെയും കാണിച്ചില്ല, മടക്കി കയ്യിൽ പിടിച്ചു. ടീച്ചറിനോട് ഞാൻ ആകുന്ന പറഞ്ഞു, ടീച്ചർ ഒന്നുകൂടെ പ്ലീസ്. പക്ഷേ ടീച്ചർ തയ്യാറായില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും പറഞ്ഞു, ടീച്ചർ ഒരു 18.5 മാർക്ക് മേടിച്ച് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ ആഗ്രഹമായിരിക്കും, പ്ലീസ് ഒന്നുകൂടെ. തന്നില്ല. കാര്യം ടീച്ചറിനും എനിക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ അത് 18 മാർക്ക് മേടിച്ച് ജയിക്കാനുള്ള എൻ്റെ ആഗ്രഹമല്ല, ടീച്ചറുടെ 0ൻ്റെ ഇപ്പുറത്തൊരു 1 10 വീട്ടിൽ കാണിക്കാനുള്ള എൻ്റെ അതിയായ ആഗ്രഹമാണ്. സ്കൂളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നൊരു സമയം ഒരു ലൈൻ സെറ്റാക്കുക എന്നുള്ള. അങ്ങനെയാണ് എനിക്കും എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നെൽസനും ഒരുമിച്ചാണ് ഒരു ലൈൻ സെറ്റാകുന്നത്. അപ്പോൾ അവനെനിക്ക് പറഞ്ഞ്, നമ്മളെന്ത് ചോദിച്ചാലും കിട്ടും, വീണ്ടും ചോദിക്കുക കിട്ടും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആദ്യമായി ഞങ്ങളുടെ ലൈൻ്റെ അടുക്കെ ചോദിച്ചു. സംഭവം സെറ്റായി, കിട്ടി. അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു. ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചില്ല, പക്ഷേ അവന് കിട്ടിക്കൊണ്ടേയിരുന്നു. വേറൊന്നുമല്ല, അവൾ ഇഷ്ടംപോലെ ജാതിക്ക, റൂബിക്ക, നാരങ്ങ, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. ഞാൻ ഇവൻ്റെ അടുക്കൽ നിന്ന് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഒരു ദിവസം ഇവൻ എൻ്റെ പറഞ്ഞ്, അടുത്തത് എൻ്റെ ലൈൻ എനിക്ക് കൊണ്ട് തരുന്നതാണ്, അല്ലാണ്ട് നിൻ്റെ ലൈൻ കൊണ്ടുവരുന്നല്ല, നീ നിൻ്റെ ലൈൻ്റെ അടുക്കെ ചോദിക്കണം. എൻ്റെ ലൈൻ്റെ അടുക്കെ വാലൻറ്റൈൻസ് ഡേക്ക് സ്നേഹമുള്ള പെൺകുട്ടികൾ ഡയറി മിൽക്ക് കൊടുക്കുമെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ട് അച്ഛൻ എഴുതി തീർത്തൊരു ഡയറിയും 1/2 പാക്കറ്റ് മിൽക്കും കൊണ്ട് തന്നിട്ട് ഞാൻ ഓക്കേലടാന്ന് ചോദിച്ചോ. അവളോട് ഞാൻ ഇനി എന്ത് പറിച്ചോണ്ട് തരാൻ പറയും? പാവപ്പെട്ട അച്ഛൻ്റെ ഡയറിയാ പോയി, ഇനി ഇതെന്തോന്ന് പറിച്ചോണ്ട് തരും? അല്ല വേറൊന്നുമല്ല, അവിടെ അച്ഛൻ ഈ ജാതി സംഭവങ്ങളൊക്കെയാണല്ലോ കൃഷി, ഈ സംഭവം തൂങ്ങിക്കിടക്കി ഇവിടുന്ന് മൊത്തം പറിച്ചുകൊണ്ട് പോരും. ആ ഒരു കാര്യം കൊണ്ട് പറഞ്ഞാൽ ഈ സ്കൂളിൽ അന്ന് പോകാൻ മടിയുണ്ടായിരുന്ന പല അണ്ണന്മാരും ഇന്ന് ചെയ്യണൊരു സംഭവം ഈ റീയൂണിയൻ സംഘടിപ്പിക്കുക എന്നുള്ള. അങ്ങനെ ഞങ്ങളൊരു 2005 ബാച്ചുകാർ റീയൂണിയൻ സെറ്റാക്കി. അപ്പോൾ അതിനാദ്യം തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സെറ്റ് ചെയ്തു. അതിനൊരു പേരിടുക എന്നുള്ളതായിരുന്നു ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം. അത് ഇത് തന്നെ ഇട്ട് ഒരിക്കൽ കൂടി. അങ്ങനെ ഞങ്ങൾ ഒരിക്കൽ കൂടി ആ സംഭവം പ്ലാൻ ചെയ്തു. സ്കൂളിലേക്ക് എത്തുന്ന സമയമായി. അപ്പോൾ സുധി വൈഫുമായിട്ട് വന്നു, പ്രവിത ഹസ്ബൻഡുമായിട്ട് വന്നു, വിഷ്ണു വൈഫുമായിട്ട് വന്നു. ഇതൊരു ആശ്ചര്യത്തോടു കൂടി നോക്കേണ്ട ഒരു സംഭവമല്ല. കാര്യം ആണുങ്ങളെല്ലാം വൈഫുമായിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇത്ര ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു സംഭവമല്ല അത്. പക്ഷേ എങ്കിലും വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് ഒരിക്കൽ കൂടി. പിന്നെ പലരും പലവട്ടം കൂടി, പലയിടത്ത് വെച്ചും കൂടി. ഇപ്പം പലരും പലയിടത്ത് വെച്ചും കൂടുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പ് അറിയുന്നില്ല, സ്കൂളും അറിയുന്നില്ല എന്നൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ പല സ്ഥലത്ത് വെച്ചും സരിതയായിട്ട്, സരിത എന്ന് പറഞ്ഞപ്പോൾ മറുതയുടെ കാര്യം ഓർമ്മ വന്നു, സോറി. കല്യാണ കാര്യം പറയാം. കാര്യം അവളെ ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് കല്യാണത്തെക്കുറിച്ച് പറയാണ്ട് പോകാൻ പറ്റൂലല്ലോ. എൻ്റെ കല്യാണത്തിൻ്റെ ആദ്യ രാത്രി ഏകദേശം എനിക്ക് തോന്നുന്നൊരു 23 വയസ്സിൽ കല്യാണം കഴിഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് അകത്തേക്ക് പോകുന്നു. ഞാൻ ആദ്യമായിട്ട് ചോദിച്ചുകൊണ്ടായിരിക്കാം അവൾ ഒന്നും പറയാണ്ട് തന്നു. അവളുടെയും പ്രായം ചെറുതായതുകൊണ്ടായിരിക്കാം അവൾ തന്നു. ആർക്കും ഇതുവരെ കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം ഞാൻ ചോദിച്ചു, വീണ്ടും തന്നു. ഞാൻ വീണ്ടും ചോദിച്ചു, കിട്ടിയൊരു സന്തോഷത്തിൽ വീണ്ടും ചോദിച്ചു, അവൾ വീണ്ടും തന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഞങ്ങളുടെ അമ്മ പലക അടിച്ചൊരു വീടാണ്. ഈ വീടിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് പറഞ്ഞ്, കല്യാണം കഴിക്കാൻ പ്രായമായിട്ടുള്ള ഒരു പെങ്കൊച്ചുള്ള വീടാണ്, എന്തെങ്കിലുമൊക്കെ ചോദിക്കണേ പയ്യെ ചോദിക്കണമെന്ന്. ശരിക്കും ഇപ്പോഴും എനിക്ക് പിടികിട്ടാത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ
രാവിലെ പന്തലുകാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വളയും കൂടി ചോദിക്കണമെന്ന് പെങ്ങൾ കേട്ടൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഐഡിയ ഇല്ല. എന്ത് നല്ല സാധനം കിട്ടിക്കഴിഞ്ഞാലും വീണ്ടും ചോദിക്കുക എന്നുള്ളൊരു ഗുണം മനുഷ്യനിലുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് ദൈവം എൻ്റെ ഭാര്യനെ തന്നെ തന്നത്. കാര്യം സംഭവം നല്ലതായിരുന്നെ ഞാൻ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നേനെ. ഇപ്പം കല്യാണമല്ല, ഒരു സംഭവം ഞാൻ രണ്ടാമത് ചോദിക്കാറില്ല. മനുഷ്യന് വീണ്ടും വീണ്ടും ആഗ്രഹങ്ങളുള്ളതുകൊണ്ടാണ് ഈ മരണ സമയത്ത് പോലും തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ആളോട് പോലും ചോദിക്കും ഇനി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന്. ഞങ്ങളുടെ അപ്പൂപ്പൻ, പുള്ളിക്ക് 9 മക്കളാണ്. പുള്ളി മരണസമയത്ത് ഈ അപ്പൂപ്പൻ കിടക്കുന്നു, 9 മക്കളും ചുറ്റും നിൽക്കണം. 9 മക്കളും അച്ഛനോട് ചോദിച്ച് എന്ത് വേണമെന്നുള്ളതായിരുന്നു. പുള്ളി തളർന്ന കൈവരെ ഒരു വിധത്തിൽ പൊക്കിക്കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു. എല്ലാ മക്കളും ഓടി. അച്ഛൻ അവസാനം ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ അമ്മൂമ്മ അനങ്ങിയില്ല, തലയ്ക്ക് തന്നെ കുത്തിയിരുന്നു. അമ്മൂമ്മക്കറിയാം ഈ പന്നക്കിളവൻ ഏതെങ്കിലും ഒരു കൂതറ റമ്മായിരിക്കും ഉദ്ദേശിച്ചിരിക്കണത്. കട്ടിലടിയിൽ തപ്പി പണ്ടങ്ങ് അഴിച്ചേച്ചും വെച്ചതിൻ്റെ ഒരു അരയുടെ പകുതി എടുത്തു. അമ്മ നേരെ ഇത് പൊട്ടിച്ചു, ഇങ്ങനെ കമത്തി വെച്ചു. ഇല്ല, മിനറൽ വാട്ടറിൻ്റെയൊക്കെ ജാറ് നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കുമ്പോൾ 3 കുമള വന്ന പോലെ കുമള മാത്രം വന്ന്. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു പടതയൊക്കെ വിരിച്ച് കസേരയൊക്കെ ഇട്ട് സെറ്റാണ്. ഇനി നിങ്ങളിത് ശ്രദ്ധിക്കുക, കാര്യം ഇത് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. നമ്മൾ ഈ ബോഡി കുളിപ്പിച്ച് റെഡിയാക്കി ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. അതായത് ഇങ്ങനെ തെക്ക് വടക്കി ബോഡി ഇങ്ങനെ കിടത്തിയിരിക്കുന്നു. ഇവിടെ ഒരു നിലവിളക്ക് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് സാമ്പ്രാണി ഇങ്ങനെ അരിഞ്ഞ് അമർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറച്ച് പേര് അവിടെ നിൽക്കുന്നു. റീത്ത് കൊണ്ട് കുറച്ച് ആൾക്കാർ വരുന്നു, കുറച്ച് പേര് സങ്കടപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു സംഭവം. ഈ ഒരു 5 മക്കൾ ബോഡിയിൽ ഇപ്പുറത്ത് നിൽക്കുന്നു, 4 മക്കൾ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് മക്കൾ അപ്പുറത്ത് നിൽക്കുക. 4 മക്കൾ ഈ ബോഡിയുടെ ഇപ്പുറത്ത് നിന്നിട്ട് 2 പേര് കാലിൻ്റെ ഇവിടെ, സംഭവം ശ്രദ്ധിച്ച് കേൾക്കണം, തെറ്റിന്നൊന്നും പറയരുത്, കാലിൻ്റെ ഇവിടെ, 2 പേര് തലയുടെ ഇവിടെ. ഈ സംഭവം ഒരു വിഷ്വൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല, വിഷ്വൽ ചെയ്യണം. കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രൂമേഴ്സൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്തെങ്കിലും കഥ പറയുമ്പോഴത്തേക്കും വിഷ്വൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയണം, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം, അതുകൊണ്ടാണ്, വേറെ ഇതിനകത്ത് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ വയ്ക്കുന്നു. പക്ഷേ ഞങ്ങളുടെ അമ്മൂമ്മ ഈ ബോഡി കാണാനായിട്ട് വലിയ താല്പര്യം കാണിക്കണില്ല. എന്തുകൊണ്ടാണോ, നേരത്തെ ഇതിലെ കള്ളി ചോദിച്ചുകൊണ്ടാണോന്ന് അറിയത്തില്ല. പക്ഷേ എങ്കിലും കർമ്മി അവസാനമായിട്ട് ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്നൊരു ചോദ്യം. അമ്മൂമ്മ എവിടെ നിന്നാണെന്ന് അറിയാൻ മേല പറന്നു വന്ന്. കാര്യം 18ാമത്തെ വയസ്സിൽ അപ്പൂപ്പൻ്റെ കൂടെ ഇറങ്ങി വന്നാണല്ലോ. ആ ഒരു ഫീല് ഭയങ്കര സങ്കടത്തോടു കൂടി ഓടി വരുന്നു. അവിടെ കണ്ടു നിരുന്ന സകല ആൾക്കാരുടെയും കണ്ണും മനസ്സും ഒരേപോലെ നിറഞ്ഞൊഴുകി. അമ്മൂമ്മയുടെ ഒരു കണ്ണൊഴുകി ഞാൻ കണ്ടില്ല. അമ്മൂമ്മ വന്ന് അവിടെ നിന്ന് കർമ്മി പറഞ്ഞ് നമുക്ക് ഈ 9 മക്കളെ ബോഡിയുടെ അപ്പുറം ഇപ്പുറം തുല്യമായിട്ട് നിർത്തണം. അമ്മൂമ്മ കർമ്മീനെ നോക്കി. 9 മക്കൾ അപ്പുറത്തും ഇപ്പുറത്തും തുല്യം. അമ്മൂമ്മ ദയനീയമായിട്ട് ഞങ്ങൾ അപ്പൂപ്പനെ നോക്കി. 9 മക്കൾ എങ്ങനെ? പക്ഷെ അപ്പോഴും അമ്മൂമ്മക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൂപ്പൻ എണീറ്റൊരു ശ്വാസം വിടാൻ കഴിവുണ്ടായിരുന്ന പുള്ളി പറഞ്ഞാലും നളിനി ഒന്നുകൂടാ, കാര്യം ഇത് ഈക്വലാക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ വിഷയമല്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അമ്മൂമ്മ നേരെ അപ്പൂപ്പൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് നല്ലൊരു ഉമ്മ കൊടുത്തു. അന്ത്യചുംബനം കൊടുത്ത സമയത്ത് അമ്മൂമ്മ പറഞ്ഞ് മൂത്ത മകൻ സോമൻ പോകരുത്. അപ്പോൾ ഈ സമയം തന്നെ സോമൻ എസ്കേപ്പ് ആവുന്നു. കർമ്മി പറഞ്ഞ് മൂത്തമ്മ പോട്ടെ, അടുത്തവനെ കൊണ്ട് നമുക്ക് കർമ്മം ചെയ്യിക്കാം. അമ്മ പറഞ്ഞ അല്ല, ഈ കിളവൻ്റെ കരുത്തെ ഒരു 5.5 പവൻ്റെ മാല കിടപ്പുണ്ടായിരുന്നു, ഞാനല്ലെങ്കിൽ എൻ്റെ മകൻ സോമൻ. പിന്നെ സോമനെ കണ്ടിട്ടില്ല. ഇപ്പം അപ്പൂപ്പൻ്റെയും സോമൻ്റെയും ചിത ഒരുമിച്ചിരിക്കുന്നു. ഇത് മോശമായിട്ടുണ്ടെന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ എരിച്ചടക്കാം. അഥവാ ഇത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ വരും.